ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് തന്നു. ഒരുമിച്ച് കായംകുളം ചർച്ചിലെ സഹോദരങ്ങൾ ഒരുമിച്ചായിരിക്കാനായിട്ട് ദൈവം സഹായിച്ചതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ യാദൃച്ഛികമായിട്ട് ഞാനൊരു ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അത് വീണ്ടും ജനിച്ച അസംബ്ലി സ്കൂളിലോ മറ്റോ പോകുന്ന ഒരു ഭവനമാണ്. അവിടുത്തെ സഹോദരി വളരെ വിഷമത്തോടെ പറയുന്നത് കേട്ടു, എന്താണ് ഇങ്ങനെ ഭാരവും ബുദ്ധിമുട്ടും ഒക്കെയും നമ്മളുടെ ജീവിതത്തിൽ? ഞങ്ങൾ ദൈവത്തെ വിളിക്കുന്നവരല്ലേ, എന്തുകൊണ്ട് പിന്നെ ദൈവം ഇത്രമാത്രം ദുഃഖവും ദുരിതവും ഭാരവും ഒക്കെയും ഞങ്ങൾക്ക് തരുന്നു? ദൈവത്തെ അറിയാത്തവർ, ദൈവത്തെ വിളിക്കാത്തവർ എത്ര സന്തോഷകരമായിട്ട് ഈ ഭൂമിയിൽ നടക്കുന്നു ഒക്കെയും കേട്ടപ്പോൾ, ആ നിരാശാജനകമായ ആ സംസാരം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ചില ചിന്തകൾ കടന്നു വന്നു. ദൈവം നമ്മെ വിളിച്ചത് ഈ ലോകത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരായിട്ട്, രോഗങ്ങളൊന്നുമില്ലാതെ, ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഒന്നുമില്ലാതെ ഈ ഭൂമിയിൽ ജീവിച്ച് സുഖത്തോടെ കടന്നു പോകുവാൻ വേണ്ടിയാണോ, അതോ എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മെ വീണ്ടും ജനിപ്പിച്ച് വിളിച്ചത്? ഇന്ന് നാം പാട്ട് പാടിയപ്പോൾ എബി കാർമേക്കിൻ്റെ പാട്ട് പാടി, ബ്ലെസ്സഡ് അഷ്വറൻസ് ജീസസ് ഈസ് മൈൻ. അതിൽ പറയുന്നുണ്ട്, ബോൺ ഓഫ് ഹിസ് സ്പിരിറ്റ് വാഷ്ഡ് ഇൻ ഹിസ് ബ്ലഡ്. അതിനുശേഷം ഹെയർ ഓഫ് സാൽവേഷൻ. ആ സാൽവേഷൻ്റെ നമ്മൾ അതിൻ്റെ അവകാശികളാക്കി നമ്മെ തീർത്തു. സാൽവേഷൻ്റെ അവകാശികളാക്കി കർത്താവ് നമ്മെ ഓരോരുത്തരെയും വീണ്ടും വിളിച്ച് ആക്കിയിരിക്കുകയാണ്. അതിന് മലയാളത്തിൽ നാം പാടുമ്പോൾ, പഴയതെല്ലാം കഴിഞ്ഞു പോയി, കണ്ടാലും സർവം പുതിയതായി. നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊരു പുതുക്കം എപ്പോഴാണ് സംഭവിച്ചത്? അതോ നാം ഇങ്ങനെ പാട്ട് ട്യൂണിൽ ഈണത്തിൽ പാടി അങ്ങനെ കടന്നു പോവുക? എൻ്റെ ജീവിതത്തിൽ ഒരു പുതുക്കം സംഭവിച്ചുവെങ്കിൽ അതെനിക്ക് നിലനിർത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവ് എന്നെ വീണ്ടെടുത്തു, അവൻ്റെ രക്തത്താൽ എന്നെ കഴുകി, അവൻ്റെ അവകാശികൾ എന്നെ ആക്കി തീർത്ത ഈ അവകാശത്തിൽ ഞാൻ നിലനിൽക്കുന്നുണ്ടോ? അതോ ഈ ലോകത്തിലെ ഒരു ദുഃഖവും രോഗവും ഭാരവും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ അതിനടിമയായിട്ട് ഞാൻ ദൈവത്തെ ത്യജിച്ചു പറയാനും ദൈവത്തെ ചോദ്യം ചെയ്യുവാനുമായിട്ടാണ് തുനിയുന്നെന്ന് വരിയിൽ എവിടെയാണ് എൻ്റെ സാൽവേഷൻ? അതിന് ഞാൻ അവകാശിയായി തീർന്നിട്ടുണ്ടോ? അതോ ഞാനും ഈ ലോകപരമായിട്ട് ലോകത്തിൽ കടന്നു പോകുന്ന പോലെ ഒരു വ്യക്തിയായിട്ട് ഞാൻ കടന്നു പോകാനായിട്ടാണോ കർത്താവ് നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്? അല്ല, കർത്താവ് അതിനു വേണ്ടിയിട്ടല്ല. നമ്മൾ വളരെ വ്യക്തമായിട്ട് വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്, ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുക. ഇടുക്കുവാതിലാണ് നമുക്ക് വെച്ചിരിക്കുന്നത്. ആ ഇടുക്കുവാതിലൂടെ കടന്നു പോകുമ്പോൾ പിന്നെ വീണ്ടും അങ്ങ് വിശാലമാക്കുകയല്ല, ആ വഴിയിലൂടെ തന്നെ നമ്മെ മുൻപോട്ട് നടത്തിക്കൊണ്ടു. എന്നാൽ എന്താ നമ്മുടെ പ്രത്യാശ? എന്താണ്? നമ്മൾ ഈ ലോകക്കാർ കരയുന്ന പോലെ, അല്ലെങ്കിൽ അവര് വളരെയധികം പ്രയാസത്തോടെ പറയുന്ന പോലെ എന്തുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല? കാരണം നമുക്കൊരു പ്രത്യാശയുണ്ട്. നാം ആരെയാണ് വിളിച്ചിരിക്കുന്നത്? ആരാണ് എന്നെ വിളിച്ചിരിക്കുന്നത്? ആരാണ് എൻ്റെ കയ്യിൽ ബലമായിട്ട് പിടിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ രോഗത്തിലായാലും ദുഃഖത്തിലായാലും ഏത് പ്രതിസന്ധിയിലായാലും അതാണ് നമ്മുടെ ഒരു പ്രത്യാശയായിട്ട്. കാരണം എന്നോട് കൂടെ എൻ്റെ കർത്താവ് എനിക്കുണ്ട്. ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതല്ല എൻ്റെ ജീവിതം. ഈ ലോകത്തിൽ തുച്ഛമായിട്ട് കുറച്ച് വർഷങ്ങൾ മാത്രം ഞാൻ ജീവിച്ച് കടന്നു പോകുന്ന ഈ ലോകത്തിനെ തൃപ്തിപ്പെടുത്തുവാനല്ല, എൻ്റെ കർത്താവിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് മുൻപോട്ട് പോകാനായിട്ട് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് തന്നെയാണ് കർത്താവ് നമ്മോട് ചോദിക്കുന്നത്. ഞാൻ ഇന്ന് വചനം ഷെയർ ചെയ്യുവാനായിട്ട് കടന്നു വന്നല്ല, സാറിന് പറഞ്ഞതുകൊണ്ട് ഞാനിന്ന് എഴുന്നേറ്റതുകൊണ്ട് ഞാൻ കേൾക്കാനായിട്ട് വന്നതാണ്. എന്നെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് ഞാൻ കടന്നു വന്നതാണ്. നാം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട്, വളരെ സാധാരണമായിട്ട് നാം പറയുന്ന ഒരു വചനം, യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 36-ാമത്തെ വചനം നമ്മെ ഇങ്ങനെയാണ് ഓർപ്പിക്കുന്നത്. ജോൺ ചാപ്റ്റർ 8 വേഴ്സസ് 36. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. So if the Son makes you free, you will be free indeed. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. അപ്പൊ സ്വാതന്ത്ര്യം, ഇന്ന് നമ്മൾ പാട്ട് പാടിയപ്പോൾ പറഞ്ഞു, അതായത് സ്വാതന്ത്ര്യം വരുത്തുന്നത് ആരാണ്? നാം സ്വയമായിട്ട് സ്വാതന്ത്ര്യം കണ്ടെത്തിയതല്ല. എനിക്ക് സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞാൽ സാക്ഷാൽ ഞാൻ സ്വതന്ത്രനാകുന്നു. കാരണം കർത്താവ് എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിക്കൊണ്ട് പോകുമ്പോൾ പിന്നീട് ഞാൻ ബോണ്ടേജിലല്ല, ഞാനൊരു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനായിട്ടാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ 8-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 8-ാം അധ്യായത്തിൻ്റെ ആദ്യം തന്നെ തുടങ്ങുന്നത് യേശു കർത്താവിനെ ചിലർ പരീക്ഷിപ്പാനായിട്ട് കടന്നു വരുന്ന ഒരു രംഗമാണ് നമുക്ക് അവിടെ കാണുന്നത്. ആ തുടങ്ങുന്നത് തന്നെ
ഒരു സ്ത്രീക്ക് പാപക്ഷമ നൽകിക്കൊണ്ടാണ് കർത്താവ് അവിടെ തുടങ്ങുന്നത്. 8-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. യേശു വ്യഭിചാരിണിയായ ഒരു സ്ത്രീക്ക് പാപക്ഷമ നൽകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവിടെ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ആയിട്ടാണ് അവർ ഈ സ്ത്രീയെയുമായിട്ട് യേശു കർത്താവിൻ്റെ മുൻപിലേക്ക് കടന്നു വരുന്നത്. അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതായത് വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ഇവര്. കർത്താവ്, നീ ഇവൾക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? നോക്കുക, കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നേ ചോദിക്കുകയാണ്, ഇതാ ഒരു ശിക്ഷ നീ കൽപ്പിക്കണം. ആ ശിക്ഷ എന്താണെന്നുള്ളത് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നീ ഇപ്പോൾ പറയണം. അവിടെ അതിൻ്റെ ശാസ്ത്രിമാരും 3-ാം വചനം, ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു, ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. നോക്കുക, അവളോടുള്ള സ്നേഹം കൊണ്ടോ ആ ലോകം നന്നായി പോകണമെന്നുള്ളത് കൊണ്ടോ അതുവരെ ആ മറ്റുള്ളവരെ നന്നാക്കുന്നതിന് വേണ്ടിയോ അല്ല പരീശന്മാരും ശാസ്ത്രിമാരും അവിടെ ഈ സ്ത്രീയുമായിട്ട് കടന്നു വന്നത്. പിന്നെ എന്തിനാണ്? അടുത്ത വചനം, ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന്. നോക്കുക, കർത്താവിനെ എങ്ങനെയെങ്കിലും വാക്കിൽ കൊടുക്കുവാനോ പ്രവൃത്തിയിൽ കൊടുക്കുവാനോ ഏതെങ്കിലും രീതിയിൽ അവനെ ട്രാപ്പ് ചെയ്യുവാനായിട്ട് പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടാണ് ഈ ശാസ്ത്രന്മാരും പരീശന്മാരും അവിടത്തേക്ക് കടന്നു. അവനെ കുറ്റം ചുമത്തുന്നതിന് സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചായിരുന്നു. യേശുവോ കുനിഞ്ഞ വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഈ കാര്യങ്ങളൊക്കെയും കേട്ടപ്പോൾ കർത്താവിന് ഒരു വ്യതിചലനവും ഉണ്ടായില്ല. വളരെ വ്യക്തതയോടെ കർത്താവ് അത് ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം കർത്താവ് അവരോട് പറയുന്നുണ്ട്, 7-ാം വചനം, അവർ അവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. പാപമില്ലാത്തവരെല്ലാം കൂടെ കല്ലെറിയാനല്ല പറഞ്ഞ, ആദ്യം കല്ലെറിയുന്നവൻ നിങ്ങളിൽ പാപമില്ലാത്തവനായിരിക്കണം. അങ്ങനെ ആരെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കല്ലെറിഞ്ഞാട്ടെ. അതാണ് മോശയുടെ നിയമം, അതാണ് കല്ലെറിഞ്ഞ് കൊല്ലണം, അതാണ് നിയമം. എന്നാല് ആ നിയമം അവിടെ പ്രാവർത്തികമാക്കുവാനായിട്ട് കർത്താവ് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അത് കേട്ട് കഴിഞ്ഞതോടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടതിന് ശേഷം ഈ പരീശന്മാരും ശാസ്ത്രന്മാരും അവളെ വിട്ടു പോകുന്നതായിട്ട് കാണും. അവിടെ വിട്ട് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കാര്യം. അതിനുശേഷം അതിൻ്റെ വീട് താഴേക്ക് യേശു എല്ലാവരും അവർ ഇത് കേട്ടിട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്ന അവളോട്, സ്ത്രീയെ, അവരെവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോവുക, ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. നോക്കുക, ഒരു സ്ത്രീയുമായിട്ട് കടന്നു വരുന്നു. ആ സ്ത്രീയെ എങ്ങനെയാ അവൻ ശിക്ഷിക്കുന്നത്? അവരുടെ മോട്ടീവ് എന്താണ്? അതായത് അവൻ സ്വയമായിട്ട് ഈ ഒരു ശിക്ഷ കൽപ്പിക്കുമ്പോൾ അവൻ സ്വയമായിട്ട് നീതി അല്ല, സ്വയമായിട്ട് തന്നെ അവൻ അവിടെ ഒരു പ്രവൃത്തി ചെയ്യുന്നതായിട്ട് കാണുകയും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ള വലിയ അധികാരികളുടെ മുമ്പിലേക്ക് കടന്നു പോകുവാനായിട്ട് തുനിഞ്ഞതുകൊണ്ടാണ് ആ പ്രവൃത്തി അവർ ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല. എന്നാല് ന്യായപ്രമാണം എന്ത് പറയുന്നു? യേശു ന്യായപ്രമാണം പറയുന്ന അവളെ കല്ലെറിയുവാൻ തന്നെയാണ്. അത് തന്നെയാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമതായിട്ട് ചെയ്യട്ടെ. എന്നാല് അങ്ങനെ കുറ്റം ചുമത്തുവാൻ സംഗതി ഒന്നും കാണാഞ്ഞ് അവരെല്ലാവരും വിട്ടുപോകുന്നതായിട്ട് കണ്ടു. എന്നാൽ യേശു അവരോട് പറഞ്ഞെന്താ? സ്ത്രീയെ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത്. നോക്കുക, അപ്പോൾ അവിടെ അതുവരെയും ഉണ്ടായിരുന്ന അവളുടെ പാപത്തിൽ ജീവിച്ചിരുന്ന ആ ജീവിതത്തിൽ നിന്നും കർത്താവ് അവൾക്കൊരു വിടുതൽ കൊടുത്തു. കർത്താവിന്റെ മുമ്പിലോട്ട് അവൾ കടന്നു വന്നതേ ഉള്ളൂ, അവൾ വേറെ ഒന്നും ചെയ്തില്ല. അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞ ആ കർത്താവ് അവിടെ കൊണ്ട് അവൾക്കൊരു ഫ്രീഡം കൊടുക്കുകയാണ്. ഇതുവരെയും നീ പോയിരുന്ന വഴി തെറ്റാണ്, അതിൽ നിന്ന് നിന്നെ ഞാൻ വിടുവിച്ചിരിക്കുന്നു, അത് ഞാൻ ക്ഷമിച്ചു തന്നിരിക്കുന്നു. ഇനിയും നിന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പാപപ്രവൃത്തി ഉണ്ടാകുവാൻ പാടില്ല. കർത്താവിന്റെ സന്നിധിയിലേക്ക് ആരൊക്കെയും കടന്നു വന്നുവോ, ആരൊക്കെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് താല്പര്യത്തോടെ മുൻപോട്ട് കടന്നു വരുന്നു, അവരെയൊക്കെയും ആദ്യം തന്നെ കർത്താവ് ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടത്തിക്കൊണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെയും അത് തന്നെയാണ് ചെയ്തത്. നാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അപ്പൊ
എന്താണ് ഈ ലോകത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? അതായത് ഈ നാം വിധിക്കുകയാണെങ്കിൽ നാം എല്ലാവരും ആ വിധിയിൽ ഉൾപ്പെടേണ്ടവരാണ്. കാരണം എന്താ? നാം എല്ലാവരും ആ പാപത്തിന്റെ അടിമത്വത്തിലായിരുന്നു. എന്നാൽ ഇന്നോ ദൈവം നമ്മെ വിധിക്കുവാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനുണ്ട്. അപ്പം നാം ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. സൗകര്യ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ വിലപിക്കുന്നത് എന്തായാലും വിലപിച്ചത്, ഞങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെ ദൈവത്തെ വിളിച്ചിട്ടും എന്താ ഈ ബുദ്ധിമുട്ടും ഭാരവും രോഗവും പ്രയാസവും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്? സഹോദരങ്ങളെ, രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും ലോകത്തിൽ എല്ലാവർക്കും ഒരുപോലെയുണ്ട്. ദൈവത്തെ വിളിച്ചാലും വിളിച്ചില്ല എങ്കിലും ഒരുപോലെ അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്നാലേ നമ്മുടെ ആ പ്രത്യാശ, ആ രോഗമല്ല നമ്മെ കീഴ്പ്പെടുത്താൻ പോകുന്നത്. ഈ ലോകം, ഈ പാപമാണ് നമ്മെ കീഴ്പ്പെടുത്തുന്നത്. രോഗം കൊണ്ട് ആരും ദിവസങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നില്ല. രോഗം വന്നാൽ ചിലപ്പോൾ ദൈവം തരുന്ന കാലാവധി വരെയും നാം ജീവിച്ചിരിക്കും. എങ്ങനെയായിരുന്നാലും എന്നാലേ അവിടെ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. അതിനുശേഷം നിത്യതയിൽ ഒരു ജീവിതമുണ്ട്, ജീവനുണ്ട് എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടെ ആയിരിക്കുന്ന നിലയിൽ നമുക്ക് വിലപിക്കാനായിട്ട് ഇടയാവുകയില്ല. നാം കർത്താവിന് വേറെ അൾട്ടിമേറ്റ്ലി കർത്താവിനെ ട്രാപ്പിലാക്കുവാനായിട്ട് സാത്താൻ കഴിയുകയില്ല. ഒരിക്കലും കർത്താവിനെ ട്രാപ്പിലാക്കുവാനായിട്ട് സാത്താൻ കഴിയുകയില്ല. എന്നാൽ എന്താ സാത്താൻ ചെയ്യുന്നത്? എന്താണ് സാത്താൻ ചെയ്യുന്നത്? നമ്മെ ട്രാപ്പിലാക്കിക്കൊണ്ട് ദൈവത്തിനെതിരായിട്ട് നിൽപ്പാനായിട്ട് നമ്മെ എക്വിപ്പ് ചെയ്യുവാനായിട്ടാണ് അവന്റെ മോട്ടീവ്. ഒരിക്കലും ദൈവത്തോട് നേരിട്ട് എതിർപ്പാനായിട്ട് കഴിയാത്ത ഈ സാത്താൻ നമ്മെ പ്രലോഭിപ്പിച്ച് അവന്റെ അടിമത്തത്തിലാക്കിയതിനു ശേഷം നമുക്കുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി അവന്റെ അടിമയാക്കിയിട്ട് ദൈവത്തോട് എതിരിടാനായിട്ട് നമ്മെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സാത്താൻ ചെയ്യുന്നത് നമ്മെ കരുവാക്കി അവൻ ദൈവത്തോട് എതിർത്ത് നിൽപ്പാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരിക്കൽ പോലും അവന് നേരിട്ട് ദൈവത്തോട് എതിർത്ത് നിൽപ്പാനോ കഴിയില്ല. എന്നാൽ നമ്മിലൂടെ നമ്മെ എങ്ങനെ തരം താഴ്ത്തി, നമ്മെ എങ്ങനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോയി നമ്മുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയതിന് ശേഷം നാം ദൈവത്തോട് വിലപിക്കുന്നവരായി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നെങ്കിൽ അവൻ സന്തോഷിക്കുന്നവരായിത്തീരും. നാം ഈ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? ഈ ലോകത്തിൽ നടന്ന ഏറ്റവും ഹീനമായിട്ടുള്ള കാര്യം പറയുന്നത് പോലെ ഏറ്റവും ഹീനമായിട്ടുള്ള കാര്യം, അതായത് യേശു കർത്താവിനെ മരക്കുരിശിൽ ഒരു കൊള്ളക്കാരനെ പോലെ, വഞ്ചകനെ പോലെ, അല്ലെങ്കിൽ അങ്ങനെ കുലപാതകിയെ പോലെ ഒരു ക്രൂശിൽ തറയ്ക്കുക എന്നുള്ള ഏറ്റവും ഹീനമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ നടന്നത്. എന്നാൽ ഏറ്റവും ഹീനമായിട്ടുള്ള ഈ പ്രവൃത്തിയെ സ്വർഗത്തിലെ പിതാവ്, സ്വർഗസ്ഥനായ പിതാവ് ഏറ്റവും മാനമുള്ളതാക്കി തീർത്തു. ഏറ്റവും മാനമുള്ള ഇന്ന് കുരിശെന്ന് പറയുമ്പോൾ നമുക്ക് അത് നമ്മുടെ ഒരു അംഗീകാരമാണ്, അത് നമ്മുടെ ഒരു ബലമാണ്. എന്താണ്? ആ ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ സ്വർഗീയ പിതാവ് ഏറ്റവും മാനമുള്ളതാക്കി തീർത്തു. ഇന്ന് നമ്മയും മുമ്പോട്ട് നാം ജീവിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പാകെ ചിലപ്പോൾ നമ്മൾ വളരെ നിസ്സാരരാണ് എന്നതിൽ അവർക്ക് തോന്നും, ഇങ്ങനെ ഒരു ചെറിയ കൂട്ടങ്ങൾ പോകുന്നു, അവർ പല കാര്യങ്ങൾ പറയുന്നു. അല്ല, അത് വെറും പറഞ്ഞു പോകുന്നതല്ല. നമ്മുടെ ജീവിതത്തിൽ അത് ജീവനായി തന്നെ നിലനിൽക്കാനും ദൈവം മഹത്വം എടുക്കുന്ന കാര്യമായി തീരുവാനായിട്ടും ദൈവമായിട്ട് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നു. പിന്നെ അവരെ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32-ാമത്തെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മെ വായിക്കുന്നത്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതിന്റെ 31-ാമത്തെ വചനം താഴേക്കും, തന്നിൽ വിശ്വസിച്ച 8-ാം അധ്യായത്തിന്റെ 31 തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. അപ്പോൾ ഈ വചനം നമ്മൾ അറിയുക എന്നുള്ളതല്ല, ആ വചനത്തിൽ നമ്മൾ നിലനിൽക്കുന്നവരായി തീരുവാനായിട്ട്, അങ്ങനെയാണ് നാം സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു പോകുന്നത്. അവിടെയാണ് നമുക്കൊരു സ്വാതന്ത്ര്യം ലഭ്യമാകുന്നത്. ആ വചനത്തിൽ ഞാൻ നിലനിൽക്കുന്നവളാണോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യുവാനായിട്ട് ദൈവം ഈ പ്രഭാതം നമ്മോട് ചോദിക്കുകയാണ്. നീ വാസ്തവമായിട്ട് നീ കേൾക്കുന്ന വചനത്തിൽ നീ നിലനിൽക്കുന്നവരാണോ, അതോ ഈ കേട്ട് മറന്ന് കടന്നുപോയി മറ്റുള്ളവരെ പോലെ വിലപിക്കുന്നവരാണോ എന്ന് നമ്മോട് തന്നെ ചോദിക്കണം. അതിനുശേഷം 32-ാമത്തെ വചനം പറയാണ്, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അത് വ്യക്തമായിട്ട് പറയണം. അത് അങ്ങനെ നടന്നേ പറ്റുകയുള്ളൂ. You will know the truth and the truth will make you free. നിന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നത് സത്യം. ആ സത്യം അറിയുക എന്നുള്ളത് തന്നെയാണ്. ആ സത്യം അറിയുക എന്ന് മാത്രം, അത് നമ്മുടെ ജീവിതത്തിൽ ആ വചന അത് നിലനിൽക്കുന്നവർ, ആ സത്യത്തിൽ നിലനിൽക്കുന്ന വചനത്തിൽ നിലനിൽക്കുന്നവരായെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ അതിനായിട്ട് നമ്മളെ വിനിയോഗിക്കും. തീർച്ചയായിട്ടും ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ 34-ാമത്തെ അതിനുശേഷം അടുത്ത വചനം നമ്മളെ ഓർപ്പിക്കുന്നത് 33-34 വചനം,
അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അതിന് യേശു, അമീൻ അമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. വളരെ വ്യക്തമായിട്ട് പരീശന്മാരൊക്കെയും അവരോട് സന്നിധിയിലേക്ക് കടന്നു ചോദിക്കുകയാണ്. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നില്ല. കർത്താവ് പറയുന്നത്, നിങ്ങൾ പറഞ്ഞത് വാസ്തവം തന്നെയാണ്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കൾ തന്നെ, സന്തതി തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല, ഒരു വ്യത്യാസവുമില്ല, നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി തന്നെയാണ്. എന്നാൽ നിങ്ങൾ ഇന്ന് ആർക്ക് ദാസന്മാരായിരിക്കുന്നു, അവർക്ക് അടിമയായിരിക്കുന്നു. നിങ്ങൾ ഫ്രീഡത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾ ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല, നിങ്ങൾ സ്വതന്ത്രരാകുമെന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അതിന് യേശു, അമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. അതിനുശേഷമാണ് 36-ാമത്തെ വചനം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നമുക്ക് നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥ നാം നോക്കുമ്പോൾ നാം ഈ പാപത്തിന് അടിമയായിരുന്ന് ആ പാപത്തിന്റെ ദാസന്മാരായിട്ടാണ് നാം എല്ലാവരും ഈ ഭൂമിയിൽ ആയിരുന്നത്. എന്നാലേ ഇന്ന് പാടിയതുപോലെ അവന്റെ രക്തത്താല് നമ്മെ വീണ്ടെടുത്ത് ആ പുത്രനും പുത്രിമാരുമാക്കിയിട്ട് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ പാപത്തിന്റെ അടിമകളല്ല, പാപത്തിന്റെ ദാസന്മാരല്ല. നാം ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്ന ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുന്നവരായിട്ട് തന്നെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. എങ്ങനെയാണ്? നമ്മുടെ പാപത്തിന്റെ ദാസ്യത്തിൽ നിന്ന് മാത്രമല്ല, പാപത്തിന്റെ ദാസ്യം എന്ന് പറയുമ്പോൾ, പാപം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ചിലപ്പോൾ നമ്മുടെ ചിന്തയിൽ നിന്നുള്ള ചില കാര്യങ്ങളാകാം. എന്താണ്? നമ്മുടെ മനസ്സിലെ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു. ആ ചിന്തയെ നാം താലോലിച്ചുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്നു. വീണ്ടും ആ ഹൃദയത്തിലേക്ക് ആ ചിന്ത കടന്നു വരികയും നാം വീണ്ടും അതിനെ താലോലിക്കുകയും അത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു കൊണ്ടുവരികയും ചെയ്യുന്നു. വീണ്ടും അത് അല്പസമയം കഴിയുമ്പോൾ വീണ്ടും നാം അതിൽ തന്നെ ആയിരിക്കുമ്പോൾ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമുക്കൊരു പ്രോംപ്റ്റ് വരും. ആ പ്രവൃത്തി വീണ്ടും നമ്മൾ അറിയാതെ തന്നെ നമ്മൾ അതിന് അടിമയായിട്ട് നാം ആ പ്രവൃത്തിയിലേക്ക് കടന്നു പോകും. എന്നാൽ ആ പ്രവൃത്തി അല്പസമയം കഴിയുമ്പോൾ ആദ്യം ചിലപ്പോൾ ഒരു ഗിൽറ്റി കോൺഷ്യൻസ് ഉണ്ടാകാം ആദ്യം ചെയ്യുമ്പോൾ. എന്നാൽ അല്പസമയം കഴിയുമ്പോൾ നാം ആ ഗിൽറ്റി കോൺഷ്യസ് പോലും ആ കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തോട് അസംവാദിക്കുന്ന ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റാതെയും നാം ആ പാപത്തിന് അടിമയായി പോവുകയും ചെയ്യും. ഇവിടെ തുടങ്ങിയില്ല, നമ്മുടെ ചിന്തയിൽ ചെറിയൊരു ചിന്തയിലാണ് തുടങ്ങിയത്. അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, സഹോദരങ്ങളെ കുറിച്ചുള്ളോ അല്ലെങ്കിൽ ഭാര്യയെ കുറിച്ചുള്ളോ ഭർത്താവിനെ കുറിച്ചുള്ളോ മറ്റ് സഹോദരങ്ങളെ കുറിച്ച് എന്ത് തന്നെയായിരുന്നാലും ആ ചെറിയ ചിന്തയിൽ ചെറിയ ആ തുടക്കം അത് നമ്മെ സ്വാതന്ത്ര്യം ഇല്ലായ്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകും, അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ വാക്കിൽ നിന്നും ചെറിയൊരു വാക്കായിരിക്കാം, ആ വാക്കിനെ നമ്മൾ വീണ്ടും ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അനേകം കള്ളങ്ങൾ പറഞ്ഞ് നാം പാപത്തിന് അടിമയായി പോകുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ മനോഭാവത്തിലായിരിക്കാം, ചിലപ്പോൾ ആ മനോഭാവമായിരിക്കാം. ഏത് കാര്യങ്ങളും അപ്പോൾ തന്നെ നാം അതിൽ നിന്നും മാറി അല്ലെങ്കിൽ അതിൽ നിന്നും ഒരു വിടുതൽ ലഭ്യമായിട്ട് നാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല എന്നവരിൽ നാം അതിന് അടിമയായി പോകുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ ലക്ഷ്യം അതും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ നമ്മൾ പാപത്തിന് അടിമയായി തീരുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. നമുക്കെങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുവാൻ? ഒരു മരണത്തിലൂടെ മാത്രമേ നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലാതെ വേറെ ഒരു വഴിയുമില്ല. ഒരു മരണത്തിലൂടെ മാത്രമേ നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുവാനായിട്ട് കഴിയുള്ളൂ. എൻ്റെ പാപത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി, എൻ്റെ പാപത്തിന്റെ ഫലമായിട്ട് ഒരുവൻ മരിച്ചു, അവനോടുകൂടെ ഞാൻ മരിച്ചു എന്നുള്ള ആ വ്യക്തത എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുവാനായിട്ട് കഴിയുള്ളൂ. അല്ലാതെ വേറെ എന്തെല്ലാം പ്രസംഗങ്ങൾ കേട്ടാലും ആരൊക്കെ കൈവച്ച് പ്രാർത്ഥിച്ചാലും ഈ ഒരു വ്യക്തത എനിക്കില്ല എന്നതിൽ എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചു, അവനോടുകൂടെ ഞാൻ മരിച്ചു, ഇന്ന് ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഈ സ്വാതന്ത്ര്യത്തിലേക്ക്, അവൻ തന്ന സ്വാതന്ത്ര്യത്തിലേക്കാണ് ഞാൻ ജീവിക്കേണ്ടതെന്നുള്ള വ്യക്തമായൊരു ബോധ്യം എനിക്കുണ്ട് എന്നതിൽ തീർച്ചയായിട്ടും അതിൽ കടന്നു പോകാനായിട്ട് കഴിയും. നാം അവൻ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതെന്ന് തന്നെ. ആ മരണം അവിടെ കൊണ്ട് തീരുന്നില്ല. അവൻ ജീവിച്ചെഴുന്നേറ്റതുപോലെ തന്നെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. നാം റോമർക്ക് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതിൻ്റെ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം ഇങ്ങനെയാണ്: അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. നോക്കുക, അങ്ങനെ ഇനി നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വേണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്നും വിശ്വസിക്കുന്നു.
ഗലാത്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗലാത്യർക്കെഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. നോക്കുക, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുകയും അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സഹോദരങ്ങൾ, നമ്മളത് അല്പം നിർത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുടുങ്ങിപ്പോവുക എന്ന് പറയുമ്പോൾ എൻ്റെ ആദ്യത്തെ അവസ്ഥ എന്തായിരുന്നു? ഞാൻ അതിൽ കുടുങ്ങിക്കിടക്കുന്നവൻ തന്നെ ആയിരുന്നു. കുഞ്ഞുങ്ങളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു പ്രാവശ്യവും ആ ചെളിവെള്ളത്തിൽ ആ ചെളിയിൽ നിന്ന് തെറിപ്പിക്കുമ്പോൾ അവരോട് പറയും, ഇല്ല അത് ചെയ്യരുത്. വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ മാതാപിതാക്കൾ എന്താ പറയുന്നത്? നിന്നോട് പിന്നെയും അത് ചെയ്യരുതെന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കർത്താവിനോട് നമ്മെ ഓർപ്പിക്കുന്നത്. പിന്നെയും കുടുങ്ങിപ്പോകരുത്. അതായത് നമ്മുടെ ആ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും കടന്നു പോകാൻ പാടില്ല. കാരണം എന്താണ്? സ്വാതന്ത്ര്യത്തിനായിട്ടാണ് ക്രിസ്തു നമ്മെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നടത്തിക്കൊണ്ട് പോകുന്നത്. അതിനാൽ അതിൽ ഉറച്ചു നിൽപ്പി. അപ്പോൾ അടിമനുഖത്തില് പിന്നെ അടിമനുഖം എന്ന് പറയണം, ആ പാപപ്രവൃത്തിയിലേക്ക് നാം കടന്നു പോകും. അതാണ് അടിമനുഖം. വീണ്ടും ആ അടിമനുഖത്തിലേക്ക് കടന്നു പോകാൻ ഇടയാകരുത്. നിങ്ങളെ ക്രിസ്തു ഏൽപ്പിച്ച ആ സ്വാതന്ത്ര്യം തന്ന ആ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുന്നവരായി തീരുവാനായിട്ടും കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നാം കുറുവാക്യമായിട്ട് വായിച്ചു 8-ാം അധ്യായത്തിലെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തും. അത് വരുത്തി തന്നിരിക്കുന്നു. തന്ന ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ജീവിപ്പാനായിട്ടാണ് കർത്താവ് ഇന്ന് നമ്മെക്കുറിച്ച് ഓരോരുത്തരെയും കുറിച്ചും ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ നാം ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിനുശേഷം നമ്മൾ ഓർപ്പിക്കുകയാണ് എങ്ങനെയാണ് നാം ജീവിക്കേണ്ടത്. ഈ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രവൃത്തികൾ എവിടെയാണ് നമ്മൾ ആ വ്യതിയാനം ഉണ്ടാക്കേണ്ടത്? ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. നമുക്ക് ജഡത്തിന്റെ മോഹം നിവർത്തിക്കുക എന്ന് പറയുമ്പോൾ നാം പാപത്തിന് അടിമയായിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇവിടെ ആത്മാവിനെ അനുസരിച്ച് ഗലാത്യർ 5:16 ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. നമുക്ക് അവിടെ ഒരിക്കൽ പോലും ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് താലോലിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല. ഇവിടെ ഒന്നിൽ ജഡത്തിന്റെ മോഹം നിങ്ങൾ നിവർത്തിക്കും, അല്ലെങ്കിൽ ആത്മാവിന്റെ ബലത്തിൽ നിങ്ങൾ ജീവിപ്പാനായിട്ട് ഇടയായിത്തീരും. ജഡത്തിന്റെ പ്രവൃത്തികൾ അതിനുശേഷം വളരെ വ്യക്തമായിട്ട് പറയാണ്. ജഡത്തിന്റെ പ്രവൃത്തികൾ അതിൽ 19 താഴേക്ക് ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ അതിനുശേഷം പറയുകയാണ്. ആത്മാവിന്റെ ഫലമോ അത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഈ വക വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ അതിന് രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രിസ്തുവേശുവിലുള്ളവർ ജഡത്തെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. ഇവിടെ നമ്മയും ഇന്ന് ഒരു വാക്യമായിട്ട് വായിച്ചവർ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. നാം എന്താ ചെയ്യേണ്ടത്? നാം അതിൽ നിലനിൽക്കുന്നവരായി തീരുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചു നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തുന്നവരിൽ തീർച്ചയായിട്ടും ഓരോ ദിവസവും നമുക്ക് ജയ ജീവിതം നയിക്കാനായിട്ട് കഴിയും. ദൈവമായിട്ട് നമ്മെ വിളിച്ചിരിക്കുന്നു. ദൈവമായിട്ട് ഒരുക്കിയിരിക്കുന്ന എല്ലാ അവസരങ്ങൾക്കായിട്ടും സ്തോത്രം. നിങ്ങൾ കൂടി വരും. ഒരുമിച്ച് കൂടുമ്പോൾ നാം കേട്ട് മറന്നു പോകാതെ അത് ജീവനായി തന്നെ തീരുവാനും കർത്താവെ എന്നിലുള്ള കുറവുകൾ എനിക്ക് കാണിച്ചു തരണമേ. അതിൽ അല്പം കൂടി ഒരു പടി കൂടി ഞാൻ നിന്റെ സന്നിധിയിൽ കാണിച്ചു തരുവാനായിട്ട് കർത്താവെ എന്നെ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കും.